ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഇനി ഹോട്ടലുകൾക്ക് ഗ്യാസ് നൽകില്ല. ഗാർഹിക ഉപഭോക്താക്കൾക്കും ഈ മാസം 30 വരെ ഗ്യാസ് ബുക്ക് ചെയ്യാനാകില്ല. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം റിഫൈനറികൾക്ക് നൽകിയ നിർദ്ദേശമാണിത്. പിന്നാലെ ഏജൻസികൾ ബുക്കിംഗ് എടുക്കുന്നത് നിർത്തി. ഈ മാസം ഗ്യാസ് എടുത്ത ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഇനി അടുത്ത മാസമേ പുതിയ ഗ്യാസ് ലഭിക്കൂ. അടുത്ത ദിവസങ്ങളിൽ തന്നെ രാജ്യത്തെ ഹോട്ടലുകൾ പൂർണ്ണമായും അടച്ചുപൂട്ടേണ്ടി വരും. വൈകാതെ വീടുകളിലെ അടുക്കളകളും. എന്താണ് കാരണമെന്നറിയുമോ? അകാരണമായി ഒരു പരമാധികാര രാജ്യമായ ഇറാനെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമിച്ചതിന്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് ചോദിച്ച് ഇറാനെ ഇസ്രായേൽ അടിക്കുന്നതിന് കേരളത്തിലെ CPMകാർ മുദ്രാവാക്യം വിളിക്കുന്നത് എന്തിനെന്ന് പരിഹസിച്ചവർ ഉണ്ടായിരുന്നു. യുദ്ധത്തെ വാനോളം പുകഴ്ത്തിയവർ, സയനിസ്റ്റ് ഭീകരതയ്ക്ക് കൈയടിച്ചവർ, ട്രംപിന് പൂജ നടത്തിയവർ. അവർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു യാഥാർത്ഥ്യം, യുദ്ധം 10 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് കരുതൽ ശേഖരം തീർന്നു തുടങ്ങി എന്നതാണ്. ഒരു രാജ്യത്ത് 90 ദിവസത്തേക്കെങ്കിലും കരുതൽ ശേഖരം വേണമെന്നാണ്. എന്നാൽ 56 ഇഞ്ചിന്റെ നാട്ടിൽ 10 ദിവസമായപ്പോഴേ നിയന്ത്രണം തുടങ്ങി. ബാലപീഡകൻ എപ്സ്റ്റീന്റെ ഫയലിൽ പേരുള്ള പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്കോ, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കാൻ കാത്തിരിക്കുന്ന സഹമന്ത്രി സുരേഷ് ഗോപിക്കോ ഇക്കാര്യത്തിൽ മിണ്ടാട്ടമില്ല. അതേസമയം യുദ്ധത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. യുദ്ധവിരുദ്ധ റാലികൾ നടത്തിയത് CPM ആണ്. സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം, സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരം മാത്രമാണ്.